പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ചെറിയൊരു അശ്രദ്ധ വലിയൊരു ദുരന്തത്തിന് കാരണമായി. മലപ്പുറം സ്വദേശിയായ ഒരു യുവാവിൻ്റെ മരണമുണ്ട്. സൗദി റിയാദിൽ വെച്ചായിരുന്നു മരണപ്പെടുന്നത്. ചെറിയൊരു അശ്രദ്ധ മൂലം ഒരു കുടുംബത്തിൻ്റെ ജീവനും ജീവിതവുമാണ് ഇല്ലാതായത്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ചെറിയൊരു അശ്രദ്ധയിൽ ഇല്ലാതായത്. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇന്ന് നമുക്ക് ലഭിച്ചത്. 51 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പ്രവാസിയാണ്. അങ്ങ് റിയാദിലായിരുന്നു. ഇസ്മായിലാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. താമസ സ്ഥലത്തെ മലിനജല പൈപ്പിന്റെ തടസ്സം നീക്കാൻ വേണ്ടി ഉപയോഗിച്ച ആസിഡിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചാണ് മലപ്പുറം സ്വദേശി റിയാദിൽ വെച്ച് മരണപ്പെടുന്നത്. വേങ്ങര നെടുമ്പറമ്പ് സ്വദേശി കാങ്കടക്കടവൻ ഇസ്മായിലാണ് മരണപ്പെട്ടത്. ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ഇസ്മായിൽ മരണപ്പെടുന്നത്. അസീസിയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. ഫ്ളാറ്റിലെ മലിനജല പൈപ്പിന്റെ തടസ്സം നീക്കാൻ വേണ്ടി ഒഴിച്ച സൾഫ്യൂരിക് ആസിഡിൽ നിന്നുണ്ടായ അതിശക്തമായ ഗന്ധവും വിഷവാതകവുമാണ് മരണത്തിന് കാരണമായത്. ഇദ്ദേഹം പൈപ്പിൽ ആസിഡ് ഒഴിച്ച വിവരം ഇദ്ദേഹം അറിയില്ലായിരുന്നു. ഇദ്ദേഹം അറിയാതെ ബാത്റൂമിൽ പ്രവേശിച്ചപ്പോഴാണ് ഈ ഒരു വിഷവാതകം ശ്വസിക്കുന്നതും ഇസ്മായിൽ ബോധരഹിതനായി പോകുന്നതും. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെയാണ് ഇന്നലെ ചൊവ്വാഴ്ചയോടെ മരണം സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന്റെ തണലാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. മരണപ്പെട്ടവർ പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഇവരുടെ കുടുംബം, ഇവരുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരുടെയും ഒരു തണലായിരുന്നു ഈ ഒരു മനുഷ്യൻ. ആ ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബ് തന്നെ ആ കുടുംബത്തെ സംരക്ഷിക്കുമാറാകട്ടെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, ഇസ്മായിൽ എന്ന ഈ ഒരു സഹോദരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ. നാളെ മുന്നോട്ടുള്ള ജീവിതം ഇവർക്ക് റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബെ. പടച്ച റബ്ബെ, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് റബ്ബെ, നീ തന്നെ സംരക്ഷിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബെ. കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ. അല്ലാഹുവേ, ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.